വേറിട്ട രുചികൾ തേടിയുള്ള നല്ല രുചിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും നമ്മൾ ഹോട്ടൽസും അതുപോലെ തന്നെ റിസോർട്ടുകളുടെയൊക്കെ കുക്കറിയാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇന്നത്തെ കുക്കറിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. എന്താണെന്നറിയാമോ? നല്ല യോയോ യൂത്ത് ബോയ്സ് ആണ് ഇന്ന് നമ്മുടെ കുക്കറി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ കുക്കറിക്ക് എന്തായാലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാതെ അതിനുള്ള യാത്രയിലാണ് ഞാൻ. ഇപ്പോൾ തന്നെ ഞാനിവിടെ ലാൻഡ് ചെയ്യും. അവരവിടെ നമുക്ക് എല്ലാ പ്രിപ്പറേഷൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. എന്തായി? ഒന്നും ആയില്ല. അപ്പൊ ഇന്ന് അഖിലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് നമുക്ക് നല്ല രുചി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഞാൻ എവിടെ ഇരിക്കും? ഓക്കെ, താങ്ക് യു. പേരെന്തായിരുന്നു നമ്മുടെ ഡിഷിന്റെ? കേരത്തലക്കറി. ആ, പിന്നെ ബീഫ് ഗ്രിൽഡ്. ഓക്കെ. അഖിൽ, ഇതെല്ലാം ഫ്രണ്ട്സ് ആയിരിക്കും? പരിചയപ്പെടുത്തൂ. ഇതെന്റെ അനിയൻ നിഖിൽ, ഇത് നിതിൻ, അത് ടെൽജോ, അത് പ്രശാന്ത്, അത് അർജുൻ ഞാൻ നേരത്തെ പരിചയപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. കേരത്തലക്കറിയാണ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയാം, പറഞ്ഞോ ഇൻഗ്രീഡിയൻസ്. ആ, അത് മല്ലിപ്പൊടി ഇല്ല. എല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പൊ അഖില് തന്നെയാണ് നമ്മുടെ നല്ല കുക്ക്. അപ്പൊ അഖില് തന്നെ നമുക്ക് ഫസ്റ്റ് പറഞ്ഞുതരും. അഖില് തന്നെ പറഞ്ഞോ. അത് ചില്ലി പൗഡർ, ഇത് ലെമൺ, ഇത് പെപ്പർ, അത് ഫിഷ് മസാല, ഉപ്പ്, ടർമറിക്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, റെഡി. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് തന്നെ നമുക്ക് കേരത്തലയില് ആദ്യം തന്നെ ലെമൺ ചേർക്കണം. ലെമൺ, പെപ്പർ, ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, ഫിഷ് മസാല. അപ്പൊ ഫസ്റ്റ് നമ്മൾ മാരിനേഷൻ ചെയ്യുവാണ് അല്ലേ? നിങ്ങൾ കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണോ? ആ, അതെല്ലാവർക്കും ഉള്ള കാര്യമാണല്ലോ. അഖിലിനെയാണോ നിങ്ങൾ എവിടെ ടൂർ പോയാലും കൊണ്ടുപോവാ അല്ലേ? ആ, കാരണം ആ, ഓക്കെ. പക്ഷെ അഖിലൊരു പാവാട്ടോ ശരിക്കും നിങ്ങൾ വെച്ച് നോക്കുമ്പോ. സ്വന്തം അനിയനല്ലേ? അനിയൻ തന്നെയാണ് ചേട്ടനും ഭാര. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? മഞ്ഞപ്പൊടി ഇടാം. പെപ്പർ. ആ, എല്ലാ മസാലകളും കൂടെ മിക്സ് ചെയ്യണം അല്ലേ? ചില്ലി. അപ്പൊ നമ്മള് ക്ലീൻ ചെയ്ത് വെച്ച കേരത്തലയിലേക്ക് ഫസ്റ്റ് നാരങ്ങ നീരൊഴിച്ച് ഉപ്പിട്ടു, പിന്നെ മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുവാണ് അല്ലേ? ഓക്കെ. പിന്നെ നിങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആണോ എല്ലാവരും? അടുത്തടുത്ത് വീട്. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര തിക് ഫ്രണ്ട്സ് ആവുമ്പോ പാരവെപ്പൊക്കെ എങ്ങനെയാണ്? ഒരുപാടുണ്ട്. ഓക്കെ. അത് ഏറ്റവും നല്ല ചോക്ലേറ്റ് ബോയ് ഇതിനകത്ത് ആരാണ്? ഓ, ഗ്ലാമറില് ഈ നിക്കുന്ന ആള് ഒരു പാവം അല്ലേ? ആ, ഓക്കെ. എല്ലാവരും ചെറിയൊരു ഉണ്ണിത്വം ഇല്ല അല്ലേ? ഓക്കെ.
അപ്പൊ ഇനി അത് എന്ത് ചെയ്യണം? ഈ ഇലയിലേക്ക് മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം എത്ര ടൈം വെക്കണം? ഇത് അത് വെച്ച് വരുമ്പോൾ പറയാം. അങ്ങനെ ടൈം ഒന്നുമില്ല. ശരി, എന്താ ചെയ്യുന്നത് നിങ്ങളെല്ലാരും? ചുമ്മാ ഇരുപ്പാണ്, പഠിക്കാണ്. എന്ത് പഠിക്കുന്ന? വാട്സാപ്പ്, ഫേസ്ബുക്കോ? അയ്യോ, അതൊന്നും ഇവർ ഉപയോഗിക്കാറേ ഇല്ല, പാവങ്ങൾ. ഞാനിന്ന് ഒരു ഹെൽപ്പും ചെയ്തു നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. ആ, ശരിക്കും ഈ ഡിഷ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണത് ആരാ? ഓക്കെ, എങ്ങനെ ഉണ്ടാവാറുണ്ട്? ടേസ്റ്റ് ഉണ്ടാവാറുണ്ടോ? ആണോ? അപ്പൊ നിങ്ങൾ ടെസ്റ്റർ ആണ് ഇരിക്കുന്നത്. പാവുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ മാരിനേഷൻ വെച്ചു, ഇനി അടുത്തത് ഇതിന്റെ ശരിക്കുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാണ്. ഓ, അതവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ സവോള ഉണ്ട്, പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ കൊടംപുളി. ഓക്കെ, വെളുത്തുള്ളി, കൊടംപുളിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പണി അങ്ങ് കൊടുക്കാം, അതല്ലേ നല്ലത്? ഓക്കെ, സവോള വേണമെങ്കിൽ നമുക്ക് ഈ പാവത്തിനെ കൊണ്ട് അരിയിപ്പിക്കാം. ആ, അത് മതി. ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, ആ സ്റ്റാർട്ട് ചെയ്തോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. വെള്ളത്തിലോടനല്ല മതിയല്ലേ? ഓക്കെ, ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിപ്പോയി. അപ്പൊ നമ്മുടെ ഇഞ്ചി, സവോള എല്ലാം ഇവര് റെഡിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അഖിൽ അതൊന്ന് ചോപ്പ് ചെയ്യണം അല്ലേ? അഖിൽ എന്തായി? ആ, അപ്പൊ നമ്മള് സവോള അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, പിന്നെ ഇഞ്ചി. അപ്പൊ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ സവോള, പച്ചമുളക്, ചുവന്നുള്ളി എല്ലാം അരിഞ്ഞു അല്ലേ? ആ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഇനി നമുക്ക് അടുപ്പത്ത് കയറ്റാം. അപ്പൊ ചട്ടി വെക്കാം. ഓക്കെ, എന്തായാലും വെച്ചോ, ഐശ്വര്യായില്ലേ? ഇനി എന്ത് ചെയ്യുന്നേ? ഓയില്. ഓക്കെ, ഇപ്പൊ നമ്മള് ഓയിൽ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ അല്ലേ? അതെ. അപ്പൊ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ് അല്ലേ? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ തന്നെ മസാല തലയിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നത് മാത്രം. ആ, മീനിന്റെ തലയില്. നിങ്ങളുടെ തലയിൽ നല്ല ഞാൻ പറഞ്ഞത്, മീനിന്റെ തലയില്. ഓക്കെ, അപ്പൊ ഇനി എണ്ണ ചൂടായതിനു ശേഷം കടുകിടും. അപ്പൊ അതുവരെ ടൈം ഉണ്ട്. നമുക്കൊരു നല്ലൊരു സോങ് കൂടി ആയാലോ? വേണം കുഴൽ വേണം കുരവ വേണം കഴിഞ്ഞ ആകെ 2 പേരെ അറിയുള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി കടുക്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നാടൻ മുളക്. നാടൻ മുളക്, വറ്റൽ മുളക് നമ്മളിതാ. ശരിക്കും ഇത് എങ്ങനെയാ പഠിച്ചേ കുക്കിംഗ്? എന്റെ ഫാദർ ഒരു കുക്കാണ്. ഓ, ഭയങ്കര ഇഷ്ടമാണോ അപ്പൊ ചെയ്യുന്നതൊക്കെ? ചെറുപ്പം മുതലേ ചെയ്തു പഠിച്ചു. വീട്ടിലൊക്കെ ചെയ്യോ? വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഈ അനിയൻ നല്ലത് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കണ്ടത് തന്നെ അറിയാം. അടുത്തത്
കറിവേപ്പില. ഇനി എന്താ കറിവേപ്പില? ഓക്കെ, കറിവേപ്പില ഇടുക. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, സവോള, പിന്നെ എന്തായിരുന്നു, പച്ചമുളക്, ഇഞ്ചി. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴറ്റാൻ പറ്റും. എല്ലാ മസാലയും മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഉപ്പ് മാത്രമായിട്ട് കിട്ടൂല, കുറച്ചെല്ലാം മസാലയും കൂടി ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഇടുമ്പോൾ എന്തായാലും ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ എന്താ തക്കാളി എല്ലാം വഴറ്റി വരെ നമുക്ക് കുറച്ച് നേരം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്താ റെഡി ആയോ അഖിലേ? റെഡിയായി. ഇതിന്റെ പൗഡേഴ്സ് ഒക്കെ ഇടാം. ഓക്കെ, ഇനി മസാലകൾ ആഡ് ചെയ്യണം. എന്തായാലും നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞുണ്ട്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇപ്പം എല്ലാ മസാലയും കൂടി ഇവരെല്ലാവരും കൂടി ഈ ജിമ്മിനൊക്കെ ഇരുന്ന് മിക്സ് ചെയ്ത് കളിച്ചു. അപ്പോൾ ഇനി ഏതെങ്കിലും പറഞ്ഞിട്ട് ഇട്ടോ? ഫിഷ് മസാല. ഫിഷ് മസാല. ഓക്കെ, ഇപ്പോൾ ഫിഷ് മസാല നമ്മൾ ഇട്ടു. ഇനി മുളക് പൊടി. ഓക്കെ, മുളക് പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ മസാലയൊക്കെ നന്നായിട്ട് അതിന് സവോളയിലും ചെറിയുള്ളിയിലൊക്കെ അങ്ങ് പിടിക്കണം അല്ലേ? അതെ. നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. ഫിഷ് വേവാനായിട്ടുള്ള വെള്ളം. ഓക്കെ, അപ്പോൾ ആ തല വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ മസാല എല്ലാം ഇട്ട് അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ അതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തിളയ്ക്കുന്നുണ്ടല്ലോ വെള്ളം. ഇനി പുളി ഇടണം. ഓക്കെ, അപ്പം ആവശ്യത്തിന് പുളി ചേർക്കാം. 3-4 പീസ്. 3-4 പീസ്. സ്മെല്ല് വരുന്നില്ല നിങ്ങൾക്കൊന്നും? അപ്പം നമ്മൾ പുളി ഇട്ടു. ഇനി നമ്മൾ നേരത്തെ തന്നെ മാരിനേഷൻ ചെയ്ത് വെച്ച ഫിഷ്, അതിനകത്തേക്ക് നമ്മൾ ഫിഷിൻ്റെ തല, അതിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ എന്തായിരുന്നു, ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 അല്ലേ? ലെമൺ, നാരങ്ങ നീരും. ഇനി അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എന്തായി? വേവട്ടെ അല്ലേ? കുറച്ച് ടൈമും കൂടി എടുക്കും. ഈ തലക്കറിക്ക് എങ്ങനെ ടൈം വേണോ? കുറെ നമ്മുടെ മീൻകറി പോലെ അല്ല. ഇല്ല, ഇത് ഫിഷ് പെട്ടെന്ന് വേവണ ഐറ്റാണ്. ഇത് സാധാരണ ഈ ഷാപ്പിലൊക്കെ വെക്കുന്ന കറിയാണ്. നമ്മള് തനി നാടൻ ഡിഷാണ് ശരിക്കും പറഞ്ഞാൽ തലക്കറി എന്ന് പറഞ്ഞാൽ. എന്തായാലും തിളയ്ക്കുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. എനിക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമല്ല കേട്ടോ. ഈ വഴിയാണ്. എന്നാൽ നമ്മുടെ ബായി ഒരു റൊമാൻറ്റിക് സോങ്. ഇനിയില്ല. ചാഞ്ഞു നിക്കണ പൂത്തമാവിന്റെ കൊമ്പത്ത് ചില്ലയിൽ കേറിയത് പൂർണ്ണ തിങ്കളെ കാണാനല്ല, പൂപ്പറിക്കാനല്ല. ആദിരാവില പല മരത്തിൽ മൂങ്ങമൊന്നു ചിലയ്ക്കുമ്പോൾ ഓർത്തു പിഞ്ചിയ കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും ഞാൻ, ഇന്ന് തൂങ്ങി മരിക്കും. ചാഞ്ഞു നിക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണ്ണ തിങ്കളെ കാണാനല്ല, പൂപ്പറിക്കാനല്ല, പൂപ്പറിക്കാനല്ല. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. റെഡിയായോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിപ്പറേഷൻ രീതി ഒന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ വൃത്തിയാക്കിയ കേരത്തലയിലേക്ക് മസാലകളെല്ലാം മിക്സ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നാരങ്ങ നീരൊഴിച്ചു, ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, പിന്നെ കുറച്ച്
കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പിന്നെ ആ ടൈമിൽ നമ്മൾ ഇവരെല്ലാം ക്ലീൻ ചെയ്ത സവാള, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെന്തായിരുന്നു വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടെ ചൂടായ എണ്ണ ഫസ്റ്റ് തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തു. പിന്നെ സെയിം മസാലകൾ തന്നെ കുറച്ച് ആവശ്യത്തിന് ഇട്ടു. പിന്നെ പുളിയും ഇട്ടു, വെള്ളം ഒഴിച്ചു. നമ്മുടെ മാരിനേഷന് വെച്ചിരുന്ന ആ തല അങ്ങനെ തന്നെ അതിലേക്ക് ഡിപ്പ് ചെയ്തു. പിന്നെ ഒരു 10 മിനിറ്റ് അല്ലേ, 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പം എന്തായാലും ഏകദേശം റെഡി ആയില്ല അഖിലേ? ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം തന്നേരെ. അപ്പോൾ നമ്മുടെ കേര തലക്കറി റെഡിയായി കഴിക്കിട്ടിട്ടുണ്ട്. നല്ല ചൂടുന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ അഖിലേ. അഖിലേ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ചൂട് കാരണം ഒന്നും കഴിക്കാം. പിടിച്ചേ, ഞാൻ അപ്പോഴത്തേനും ടേസ്റ്റ് ചെയ്യട്ടെ. ഇടൂ, നമ്മുടെ ഭാഷ പറയുമ്പോ യോ യോ. അപ്പൊ എന്തായാലും ഈ ഡിഷ് സൂപ്പറാണ്, തലക്കറി. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന സിമ്പിളാണ്, കണ്ടില്ലേ? എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത് നമുക്ക് റെഡിയാക്കാം. അപ്പൊ അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞങ്ങൾ റെഡിയാക്കട്ടെ. അതുവരേക്കും നിങ്ങളിത് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തു. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവരും എടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്തോ. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി അടുത്ത ഡിഷിലോട്ട്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷവർമ, ഗ്രിൽഡ്, അങ്ങനെയുള്ള ഡിഷസ് ഒക്കെ. അപ്പോൾ എന്തായാലും ഈ യൂത്തും ഞാനും നല്ലൊക്കെയിട്ട് ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ഇവിടെ. അതിനുള്ള സെറ്റപ്പാണ് ഈ റെഡിയാക്കിയിരിക്കുന്നത്, ബീഫ് ഗ്രിൽഡ്. അപ്പോൾ ബീഫൊക്കെ റെഡിയാണ് അല്ലേ? അത് മാത്രമല്ല അഖിൽ ഇവരെല്ലാവരും വിറകൊക്കെ പെരക്കാൻ വിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പെരക്കി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, തീ കൊളുത്തിക്കൂ. തീയൊക്കെ കത്തിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇത് മസാല എരിഞ്ഞ് വെക്കണം, ബീഫ്. ഓക്കെ. അപ്പോൾ ഇവിടെ മസാലയുടെ ഒരു ഇത് മിക്സിംഗ് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ എന്തൊക്കെയുണ്ട്? അതിനകത്ത് ഇഞ്ചി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലെമൺ, പിന്നെ മീറ്റ് മസാല. ഓക്കെ. അപ്പം എല്ലാത്തിൻ്റെയും കൂടി മിക്സ് ആണ് നമ്മളിവിടെ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നല്ല ബീഫിൽ മിക്സ് ചെയ്യുവാണ്. ഈ മസാല നമ്മൾ ഇട്ടിരിക്കുന്നത് മീറ്റ് മസാല, മുളക് പൊടി, ലൈം ജ്യൂസ്, പിന്നെ ഉപ്പ്, പിന്നെ തരുന്ന ജിഞ്ചർ പേസ്റ്റ്, ജിഞ്ചറും ഗാർലിക്കും കൂടിയുള്ള പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തത്. നല്ല രസമുണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുന്നതിൽ. പക്ഷേ നല്ല ചൂടുണ്ട്. ഞാൻ ഇത്തിരി കയറിയിരുന്നു എല്ലാവരും വേണ്ടല്ലേ? ചിക്കൻ മതിയായിരുന്നു അല്ലേ? നിങ്ങൾ ട്രിപ്പിന് പോകുമ്പോ ചിക്കനാണ് ചെയ്യാറ്. ഓക്കെ. അപ്പൊ നമ്മുടെ ബീഫിൽ എല്ലാ മസാലയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം വെക്കണോ? ഇത് 5 മിനിറ്റ് വെക്കണം. ഓക്കെ, 5 മിനിറ്റ് അതൊന്ന് ജസ്റ്റ് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. ഓക്കെ. ഇപ്പം നമ്മുടെ മസാല എല്ലാം ബീഫിൽ നന്നായിട്ട് പേസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ കനലും ഇതുപോലെ തന്നെ നല്ല ഇതായിട്ടുണ്ടല്ലോ. ഇനിയാണ് വെക്കേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗ്രിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ബീഫും ഇതിൽ വെച്ചു. ഇനി ക്ലോസ് ചെയ്യാം.
കനൽ ഏകദേശം റെഡി ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിരുന്ന ആ ബീഫ് വെച്ച് ആ ഗ്രിൽഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കനലിൽ കിടന്നാണ് ശരിക്കും ഇത് ഗ്രിൽഡ് ആവേണ്ടത് അല്ലേ? അപ്പോൾ എന്തായാലും ഇത് ഗ്രിൽഡ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ നമുക്കൊരു നല്ല സോങ് പാടിയാലോ? അതൊരു അടിപൊളി നാടൻ പാട്ട് തന്നെ പാടാം. ഓക്കെ, മണിച്ചേണ്ട പാട്ട് റെഡി. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്യണം കേട്ടോ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോടുമ നൽകാം. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോടുമ നൽകാം. അപ്പൊ എന്തായാലും നമുക്കിത് റെഡി ആയെന്നൊന്ന് നോക്കാം. അഖിൽ, നമുക്ക് എല്ലാവർക്കും ഇരുന്നാലോ? ഏകദേശം ഇത് റെഡി ആവാനായിട്ട് ഒരു 5 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കനലിൽ കിടന്നൊന്ന് വേകട്ടെ. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടാക്കില്ലേ? ആ, ഓക്കെ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം, അത് കട്ട് ചെയ്തിട്ട് വേണം കഴിക്കാൻ അല്ലേ? ആ, ഓക്കെ. അപ്പം എടുത്ത് നോക്കാം. അപ്പം നമുക്ക് എന്തായാലും ഇത് കട്ടിംഗ് ബോർഡിലോട്ട് മാറ്റാം. കട്ട് ചെയ്തല്ലേ കഴിക്കാൻ പറ്റും. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിൽ ചേർത്തിരിക്കുന്ന മസാല എന്ന് പറയുന്നതും മുളക് പൊടി, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്, പിന്നെ ബീഫ് മസാല, കുരുമുളക് പൊടി അല്ലേ, പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും അതുകൊണ്ട് മിക്സ് ചെയ്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും നമ്മുടെ ബീഫ് ഗ്രിൽഡ് റെഡിയായി കഴിക്കിട്ടിട്ടുണ്ട്. കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഖിൽ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ടെസ്റ്റർ വേണ്ട, ഞാനുണ്ടല്ലോ. അപ്പോൾ ഇത് കഴിക്കുന്നതിനൊരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ലെമൺ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ജ്യൂസ് ഇങ്ങനെ ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യണം അല്ലേ? എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ചുട്ടെടുത്ത ബീഫ് ചിക്കൻ പോലെ തന്നെ വളരെ ടേസ്റ്റാണ്. എന്തായാലും ഇന്നത്തെ 2 ഡിഷസും സൂപ്പറായിരുന്നു. അഖിൽ, ഗുഡ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ക്ലിക്ക്